തീർച്ചയായിട്ടും ജയിക്കും. അയാൾ നല്ല പ്രവർത്തനമാണ്. ഉള്ള കാര്യങ്ങൾ പറയും, ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നു. ഇനിയും ചെയ്യാനുള്ള അവസരങ്ങൾ അയാൾക്ക് ഇനിയുണ്ട്. 4 വർഷമുണ്ട്. തൃശ്ശൂരിന്റെ പുരോഗതിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അയാൾ ജയിക്കും. ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിവ്. പലരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കാണുന്നു. ഭൂരിപക്ഷം കേൾക്കുന്നത് നല്ല അഭിപ്രായങ്ങൾ. ആവശ്യമില്ലാണ്ട് ഉണ്ടാക്കണം തന്നെ സുരേഷ് ഗോപിനെ പറ്റിയിട്ട് അസൂയക്കാര്. സുരേഷ് ഗോപി ഇവിടെ ജയിക്കണം. വികസനങ്ങൾ നന്നായിട്ടുണ്ട്. ഇപ്പോഴത്തെ പുലിക്കളി ഓരോ സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കും. നന്നായി വറ്റ ആയുസോടെ ആവശ്യമാണ്. സുരേഷ് ഗോപി ജയിക്കും. ഇനിയും ജയിക്കണം. കുറെ വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഉള്ളൊരു വിമർശനം എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹം തൃശ്ശൂർ നിന്നാൽ ജയിക്കില്ല എന്നുള്ള തരത്തിലാണ്. അത് രാഷ്ട്രീയ കളിയുടെ. സുരേഷ് ഗോപി ഇനിയും നിന്നാൽ ജയിക്കണം. ഞാൻ പണ്ടൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു സുരേഷ് ഗോപി വന്നതിന് ശേഷം ഞാൻ BJPയിലേക്ക് മാറി. ഇഷ്ടം കൊണ്ടാണ്. കാരണം വെച്ചാൽ ഞാനിവിടെ വീട്ടിൽ ജോലി സമയത്ത് തന്നെ സുരേഷ് ഗോപിയോടെ വന്നിരുന്നു. എല്ലാം കൊണ്ട് ആൾ നല്ലൊരു മനുഷ്യനാണല്ലോ. പിന്നെ അങ്ങനെ പേരിൽ കുറെ പ്രചരണങ്ങളൊക്കെ ഇറക്കിയ എന്താ പറയാ, സർവീസ് മെന്റാലിറ്റി കൊണ്ട് കുറെ അധികം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ന്യൂസിൽ വായിക്കില്ലേ, അപ്പൊ കുറച്ചൊന്ന് ഡൗൺ ആയോ എന്നുള്ള ഡൗട്ട്. ഇപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ വരുമായിരിക്കാം. നല്ല പ്രവർത്തനമാണ്. ആ, കുഴപ്പമില്ല. പാവങ്ങൾക്ക് എല്ലാം സഹായം ചെയ്തു കൊടുക്കേണ്ട ആള്. ആ, ജയിക്കും. ഇനിയും നന്നാ ജയിക്കും.